സമയം എത്രയായി ശ്രീ? എന്താ ഉറങ്ങിപ്പോയോ? നിന്നു ഇരുന്ന സമയം പോകുന്നില്ല. മനസ്സും ചിന്തകളും പോലെ സമയവും നിശ്ചലമായ പോലെ. അപ്പുവിന്റെ സംശയങ്ങൾ മുന കൂടിക്കൂടി എന്നെ കുത്തി വലിക്കുന്നത് പോലെ തോന്നുന്നു. ഒരേ കാര്യം തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അത് സ്ട്രെയിൻ ഉണ്ടാക്കും. അത്തരം ഒരു സ്ട്രെയിനാണ് ഇപ്പൊ തനിക്ക്. അല്ല ശ്രീ, ദിയമോളെ പോലെ ഒരാളുണ്ടെന്ന് അപ്പു വിശ്വസിക്കുന്നുണ്ട്. അതാ അവൻ ഇരട്ടകളെ കുറിച്ച് ചോദിക്കാൻ കാരണം. അവന് അവന്റെ ദിയ ചേച്ചിയെ ചുമ്മാതെ പോലെ സംശയിക്കാനാവില്ല. പക്ഷെ ഇപ്പോ അവൻ സംശയിക്കുന്നുണ്ട്. അതെന്തിന്റെ പേരിലാ? അതിന്റെ ഉത്തരം തനിക്കും എനിക്കും ദിയമോള് വ്യക്തമാക്കി തന്നതല്ലേ. ക്യാമ്പിൽ ചെന്നപ്പോൾ ഉണ്ടായ പുതിയ അനുഭവം, അവിടെ വെച്ചുണ്ടായെന്ന് പറയപ്പെട്ട സ്വഭാവ വ്യത്യാസങ്ങളുടെ പേരിൽ നമ്മൾ മോളെ ആദ്യം കുറ്റപ്പെടുത്തി. അതിന് മോള് ക്ഷമ പറഞ്ഞ് തന്നോട് കുറച്ച് കൂടുതൽ അടുപ്പം കാണിച്ചു. അപ്പൊ എന്തുപറ്റി? അപ്പുവിന് സംശയമായി. ഇത് തന്റെ ചേച്ചിയല്ല, ചേച്ചിയുടെ രൂപത്തിൽ മറ്റൊരാളാണെന്ന് അപ്പുവിന്റെ ആംഗിളിൽ ലോജിക്കായി ചിന്തിച്ചാൽ സംഗതി കറക്റ്റല്ലേ? ഇനി മറിച്ചാണെങ്കിൽ താൻ ചിന്തിക്കും പോലെ ദിയമോളെ പോലെ ഇരട്ടക്കുട്ടികളിൽ ഒരാളായ റിയമോളാണെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു? ക്യാമ്പിൽ വെച്ചോ? ക്യാമ്പിൽ റിയമോളും ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് എന്തുകൊണ്ട് നമ്മളറിയാതെ പോയി? ആരാത് മറച്ചു വെച്ചത്? നമ്മുടെ ദിയമോളാണോ? ദിയമോൾ എന്തിനാ അവൾക്കൊരു സഹോദരി എന്ന് വെച്ചാ ഇരട്ട സഹോദരി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവൾ നമ്മളിന്ന് മറച്ചു വെക്കണം? ഇത്രയും വലിയൊരു നുണ മറച്ചു വെക്കാനും മാത്രം നമ്മുടെ ദിയമോൾക്കാവൂ? അങ്ങനെയാണോ താൻ അവളെ വളർത്തിയത്? പറ. തന്റെ മനസ്സിലിപ്പോ തോന്നുന്ന വേദനകള് ദിയമോളെ കുറിച്ചല്ല, അപ്പുവിന്റെ ചോദ്യങ്ങളെക്കുറിച്ചോ സംശയങ്ങളെക്കുറിച്ചോ അല്ല. തന്റെ സാമീപ്യത്തിൽ നിന്നകന്ന് തന്റെ സ്നേഹവും കരുതലും വാത്സല്യവും ലഭിക്കാതെ പോകുന്ന റിയമോളെ കുറിച്ചാണ്. കടന്നു പോകുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും തന്നിൽ ഇങ്ങനെ ചലനങ്ങൾ ഉണ്ടാക്കാതെ തന്നെ ഇങ്ങനെ മരവിപ്പിച്ചിരുത്തുന്നത് തന്നിൽ നിന്ന് അകന്നു കഴിയുന്ന റിയമോളാണ്. അല്ലാതെ തന്നെയോ എന്നെയോ അപ്പൂനെയോ മാത്രമല്ല, ഒരു പുൽക്കൊടിയെ പോലും നുള്ളി നോക്കാനാവാത്ത ദിയമോളല്ല. അങ്ങനെ തന്നെ ഞാനും വിശ്വസിക്കുന്നു. അടുത്തുള്ള ദിയമോളെയും അകന്നിരിക്കുന്ന റിയമോളെയും ഞാൻ എന്നും ഒരുപോലെ സ്നേഹിച്ചിട്ടുള്ളൂ. ഇനി സ്നേഹിക്കുകയുള്ളൂ. ദിയമോൾക്ക് ഞാൻ നേരിട്ട് കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഇരട്ടി സ്നേഹം എന്റെ പ്രാർത്ഥനയായി ഞാൻ റിയമോൾക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് മക്കള് പരസ്പരം ഇന്ന് തിരിച്ചറിഞ്ഞാലും ഈ അമ്മയെ എന്റെ മക്കള് തള്ളിപ്പറയില്ല. സ്നേഹം നിഷേധിച്ച അമ്മയെന്ന് കുറ്റപ്പെടുത്തില്ല. ഇനി ഒരു പക്ഷേ അപ്പു നാളെ എന്നോടും ശ്രീയോടും മറ്റെന്തെങ്കിലും കഥയാണ് പറയാൻ പോകുന്നതെങ്കിൽ എന്റെ മക്കൾ പറയുന്ന ശിക്ഷ ഞാൻ സ്വീകരിക്കും. അതല്ല, അവരെന്നെ ഉപേക്ഷിച്ച് അവരുടെ അച്ഛനൊപ്പം പോവുകയാണെങ്കിൽ അങ്ങനെ. ഞാനൊന്നിനും ആർക്കും ഒരു തടസ്സമല്ല ശ്രീ. എന്റെ ഭയവും ആശങ്കയും എന്നെക്കുറിച്ചല്ല, എന്റെ മക്കളെക്കുറിച്ച് മാത്രമാണ്. അത് മറ്റേതൊരു അമ്മയെക്കാളും കൂടുതൽ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം തരാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒന്ന് മാത്രം പറയാം. സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച സേതുലക്ഷ്മിയുടെ മകൾ കാവ്യയാണ് ഞാൻ.
ചേച്ചി, ഒരു വലിയ കുഴപ്പം സംഭവിച്ചു. എന്താ അപ്പോ? ഫോണില് വീഡിയോ കണ്ട ദേഷ്യത്തിലെ ഞാനത് അമ്മയോടും അച്ഛനോടും കുറെ കാര്യങ്ങൾ പറഞ്ഞു. അയ്യോ, എന്ത് കാര്യം? ചേച്ചി വേറെ ഏതോ ചേച്ചിയാണ്, ഇരട്ടക്കുട്ടികളിലെ ആരോ ആണ്, അങ്ങനെയൊക്കെ. നശിപ്പിച്ചില്ല. എല്ലാ കാര്യങ്ങളും എന്നോട് ഒളിച്ചോണ്ടല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാൻ തന്നെ റെഡിയാക്കാം. എങ്ങനെ? നാളെ രാവിലെ ചേച്ചിയെ കുറിച്ചുള്ള രഹസ്യങ്ങളെ കണ്ടുപിടിച്ച് അമ്മയോട് പറയാന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നേ. അയ്യോ, എന്തോന്നയ്യോ, ഞാൻ ചില വഴികളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തു വഴി? ആ, അതൊക്കെ പറയാം. പക്ഷേ ഞാൻ പറയുന്നതെല്ലാം അതുപോലെ അനുസരിച്ചോളണം. എന്നുവെച്ചാ അതൊക്കെയുണ്ട്. അറിയാലോ, ഇന്നു മുതൽ ഒരു മാസം ഞാനാ ഈ വീട് ഭരിക്കാൻ പോകുന്നേ. അപ്പൊ ഞാൻ എന്തു പറഞ്ഞാലും പറയുന്ന പോലെ അനുസരിക്കണം. ശരി. അപ്പോ നമ്മുടെ ഈ പടവും ജീവയുടെ കഴിഞ്ഞ സിനിമയെ പോലെ ഹിറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഹിറ്റിനു വേണ്ടി എല്ലാവർക്കും ഒരുമിച്ച് അധ്വാനിക്കാം. ഹിറ്റ് തന്നെ സ്വപ്നം കാണാം. പക്ഷേ താങ്കൾ പുതിയ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് പറയുക, സിനിമ ഒരു അത്ഭുതമാണ്. പ്രിവ്യൂ കാണുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന പടം തിയേറ്ററിൽ 100 കണക്കിന് ദിവസങ്ങൾ ഓടും. ചില പടങ്ങളുണ്ട് ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ ഉറപ്പിക്കും പടം 150 ദിവസം ഓടുമെന്ന്. പക്ഷേ ആദ്യ ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം കണ്ടത് ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുന്നതായിട്ട് ഫീൽ ചെയ്യും. ഞാൻ താങ്കളെ ടെൻഷനാക്കുകയല്ല. ഇൻഡസ്ട്രിയിലേക്ക് ആദ്യം വരുന്ന ആളെന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കണമല്ലോ. താങ്ക് യു ജീവ, ഇത്രയും ഓപ്പണായി ആദ്യമേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പിന്നെ ജീവിതം തന്നെ ഒരു റിസ്ക് അല്ലേ? സ്വപ്നം കാണുന്ന പോലെ ഒന്നും നടക്കാറില്ല. ഞാനെന്തായാലും ഈ പടം ചെയ്യും. എന്നാ പിന്നെ അഡ്വാൻസ് ആയിക്കോട്ടെ. പൂന മോളെ വിളിക്കാം. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു ദിവസം ഭയങ്കര മഴ. മഴയെന്ന് വെച്ചാ മഴയോടെ മഴ. ഇന്നത്തെ പോലൊന്നും അല്ല അന്നൊക്കെ. മഴയെന്ന് വെച്ചാ തുള്ളിക്ക് ഒരു കുടവാ. അന്നൊക്കെ സ്കൂള് തുറക്കുമ്പോ മഴയും തുടങ്ങും. മഴ തുടങ്ങുന്നത് നോക്കി സ്കൂള് തുറക്കുകയാണോ, സ്കൂള് തുറക്കുന്നത് നോക്കി മഴ തുടങ്ങുകയാണോ എന്ന് അതിശയിച്ചു പോവും. അപ്പ അങ്ങനെ ഒരു ദിവസം മോളെ സാറ് വിളിക്കുന്നു. അയ്യോ അങ്കിളെ, അമ്മൂമ്മയുടെ കഥ കേൾക്കോ? നല്ല രസം. ഞാൻ കഥ കേൾക്കട്ടെ. അച്ഛമ്മയും അമ്മമ്മയും സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള കഥയാ. അല്ല മോളെ, അഡ്വാൻസ് വാങ്ങിക്കാനാ വിളിക്കുന്നേ. എന്ത് അഡ്വാൻസ്? എന്ത് അഡ്വാൻസ് എന്നോ? സാധാരണ നീയാണല്ലോ അഡ്വാൻസ് വാങ്ങുന്നത്. സിനിമയുടെ അഡ്വാൻസ്. സിനിമയുടെ അഡ്വാൻസ് ഞാൻ വാങ്ങുന്ന എന്തിനാ? ഇങ്ങനെ പറ്റിക്കാതെ അങ്ങോട്ട് ചെല്ലുമോളെ. അല്ല, ഈ സിനിമയ്ക്കൊക്കെ അഡ്വാൻസ് കൊടുക്കുന്നത് എനിക്കും ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. എന്നാ വാ മോളെ. മോള് ചെല്ല്. വാ മോളെ വാ. ഈശ്വര, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മോളാണല്ലേ ജീവയുടെ ഐശ്വര്യം എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അഡ്വാൻസ് വാങ്ങുന്നത് മോളാണ്. കഥയെക്കുറിച്ചും മോളഭിപ്രായം പറയും. പക്ഷെ റിയ പറയുന്നത് ഏതാണ്ടല്ല ഒട്ടുമുക്കാലും കൃത്യമാവാറുണ്ട്. അപ്പൊ മോള് പറ, മോൾക്ക് കഥയെക്കുറിച്ച് എന്താ തോന്നിയത്? സ്റ്റോറി ലൈൻ എങ്ങനെയുണ്ട്? സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോ മോളെ, ക്യാമ്പിൽ പോകുന്നതിന് മുമ്പ് വായിച്ചു തീർത്ത ആ സ്ക്രിപ്റ്റ് അതാ അടുത്ത് ചെയ്യാൻ പോകുന്നത്.
ആനന്ദം, ആ സ്ക്രിപ്റ്റ്. ആ കഥ അത് നല്ല കഥയാ. ക്ലൈമാക്സ് എങ്ങനെയുണ്ട്? ക്ലൈമാക്സ് എന്ന് പറയുമ്പോ അത് അല്ല, അതൊന്നുകൂടി വായിച്ചാലേ അറിയാൻ പറ്റൂ. അതെന്താ മോളെ അങ്ങനെ? അച്ഛനും മോളും കൂടി അതിനെക്കുറിച്ച് അന്ന് ഒരുപാട് സംസാരിച്ചതല്ലേ? ജീവ, കഥയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എങ്കിൽ നമുക്കത് മാറ്റാം. ഏയ്, മോൾക്കത് ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ട കഥയാണ്. എനിക്ക് തോന്നുന്നു ക്യാമ്പിലൊക്കെ പോയി വന്നപ്പോ മറന്നാണെന്ന്. അന്ന് ഞാൻ വന്നപ്പോ മോള് എന്നോടും പറഞ്ഞല്ലേ ക്ലൈമാക്സ് സൂപ്പറാണെന്ന്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഞാനെങ്ങനെ കറക്റ്റ് ഉത്തരം പറയാം? കുരുക്കായോ? അല്ല, മോൾക്ക് ഇതെന്തു പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കഥ മാറ്റാം. നിങ്ങളിപ്പോ വർക്ക് ചെയ്യുന്ന സ്ക്രിപ്റ്റ് പിടിക്കാം. ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടാവോ? ഇവിടെ വീണ്ടും ഒന്ന് അഭിനയിച്ചേ പറ്റൂ. ആ കഥ ആനന്ദം. അങ്കിളെ, ആ കഥ നല്ലതാ. ഞാനാകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ക്യാമ്പിൽ പോയിട്ട് പുതിയ ആളായിട്ടാ വന്നേക്കുന്നത്. അതാ. ക്ലൈമാക്സ് ഒക്കെ മോൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? ക്ലൈമാക്സ് സൂപ്പർ. തുടക്കം നല്ല രസാ. ഹീറോ അസലായിട്ടുണ്ട്. ഇപ്പോഴെനിക്ക് ശ്വാസം നേരെ വീണത്. അപ്പോ അഡ്വാൻസ് കൊടുക്കാം. പിന്നെന്താ? ഏറ്റവും ഐശ്വര്യമുള്ള കൈയിലാണ് അഡ്വാൻസ് തരുന്നത്. ഈ കൈയുടെ ഐശ്വര്യം കൊണ്ട് പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ജീവസാറിനെ വിളിച്ചിരുന്ന എന്റെ അച്ഛൻ. ആ അച്ഛന്റെ സിനിമയ്ക്ക് ഞാൻ അഡ്വാൻസ് വാങ്ങുന്നു. എന്തൊരു ഭാഗ്യമാണ്. എന്റെ അച്ഛന്റെ സിനിമയെക്കുറിച്ച് ഞാൻ തന്നെ പ്രോജക്റ്റ് തയ്യാറാക്കിയതാ. ഇപ്പോ ഞാൻ അച്ഛന്റെ സിനിമയ്ക്ക് വേണ്ടി അഡ്വാൻസ് ഏറ്റുവാങ്ങുന്നു. അമ്മയും റിയയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ. മോളെ, എന്താ ആലോചിക്കുന്നത്? അഡ്വാൻസ് വാങ്ങ. മോള് പ്രാർത്ഥിക്കായിരുന്നു അല്ലേ? ദാ മോളെ. മോളെ, ഇതാണ് ഗുരുത്വം. പാവം ഗുരുത്വം തന്നെയാ. പക്ഷെ ഇതൊന്നും പതിവില്ല. എന്താ?
എന്താ മോളെ പറ. സന്തോഷം കൊണ്ടാ. മിടുക്കി. അപ്പതാ സന്തോഷത്തോടെ ഇത് വാങ്ങിച്ച. അപ്പതാ ഡയറക്ടറുടെ വക ഒരു ഷേക്കാൻ. വാ മോളെ. അല്ല തങ്കം, എനിക്ക് എന്തു പറ്റി? അല്ല, റിയമോളുടെ പ്രകൃതം അതങ്ങോട്ട് ഓന് എന്താ അച്ഛമ്മേ? റിയമോളുടെ ആ രീതികൾ കണ്ടിട്ട് തോന്നിയില്ലേ? അച്ഛമ്മക്ക് തോന്നിയില്ലേ? ആ, ഈ തോന്നല ഞാൻ കുറെ ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഓ, അവസാനം എനിക്കൊരു കൂട്ട് കിട്ടി. കാര്യം എന്താ വിജയം? അല്ല തങ്കം, റിയമോളെല്ലാം മറന്നതുപോലെ അഡ്വാൻസ് വാങ്ങിയതൊക്കെ കണ്ടില്ലേ? ആകെ ഒരു ടെൻഷൻ. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? നിങ്ങൾ ആരോടും പറയരുത്. ഞാനാണ് പറഞ്ഞെന്ന് പുറത്തറിയരുത്. റിയമോളോട് ഒരിക്കലും പറയരുത്. നീ കാര്യം പറ. റിയമോളല്ല, പിന്നെ പുനർജന്മമാ. പോനാ? സത്യം അച്ഛമ്മേ, പുനർജന്മമാ. കഴിഞ്ഞ ജന്മത്തിലെ മോളൊരു കൃഷിക്കാരിയായിരുന്നു. റിയമോൾ എന്നോട് പറഞ്ഞത്. കുഞ്ഞുങ്ങളെ കുറിച്ച് പേടിപ്പെടുത്തുന്ന കഥകൾ ഉണ്ടാക്കുന്നോടാ. നിനക്കെന്നെ അറിഞ്ഞൂടാ? പുനർജന്മം. പുനർജന്മം ഉണ്ട്, കഴിഞ്ഞ ജന്മവും ഉണ്ട്. കൃത്രിമവും അസൂയയും കള്ളത്തരവും ഒക്കെ കാണിക്കുന്നവര് അതൊക്കെ കളഞ്ഞ് നല്ലവരാകുന്നതാണ് പുനർജന്മം. അല്ലാതെ മരിച്ച ആത്മാക്കളല്ല. അത് റിയമോൾ തന്നെ പറഞ്ഞത്. നേരാണോ? റിയമോൾ തന്നെ പറഞ്ഞെന്ന്. ഓ, ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. തങ്കം, റിയമോൾ ഒട്ടും മാറിയിട്ടില്ല. ആളെ പറ്റിക്കല് നല്ലോണം ഉണ്ട്. എന്തായാലും അത് കൊള്ളാം. പോലും ചെല്ല്, പോടാ അങ്ങോട്ട്. പക്ഷേ തങ്കം, റിയമോൾക്ക് എന്തോ മാറ്റങ്ങളുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം.
മോൾ എന്നെ ഓരോ ദിവസവും വിസ്മയിപ്പിക്കുകയാണെന്ന് വേണം പറയാൻ. ഒരച്ഛൻ എന്ന നിലയിൽ ഞാനിന്ന് അഭിമാനിക്കുന്ന ദിവസം കൂടിയാ. ഇതൊന്ന് നമുക്ക് ആഘോഷിച്ചാലോ? എനിക്കും വലിയ സന്തോഷം അച്ഛാ. എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാ. എന്ത് ഭാഗ്യം? മോൾക്ക് കിട്ടിയ ഭാഗ്യമൊന്നല്ല, എനിക്ക് കിട്ടിയ ഭാഗ്യമാ എന്റെ പൊന്നുമോള്. ഇത്രയും നാള് സംഭവിക്കാത്ത കാര്യമാ ഇന്ന് മോള് ചെയ്തത്. അഡ്വാൻസ് വാങ്ങുന്നതിന് മുമ്പ് മോൾ എന്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചില്ലേ? അതൊരച്ഛനെന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനം തോന്നിയ നിമിഷമാ. മക്കളുടെ പേരിൽ അച്ഛനമ്മമാർ അഭിമാനിക്കുന്നതാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അച്ഛമ്മ പറയും. അത് ഇന്ന് ഞാൻ അനുഭവിച്ചു. ആ സന്തോഷം എത്രയെന്ന് പറയാൻ പോലും ആവുന്നില്ല. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അച്ഛനെ വിഷമിപ്പിക്കുന്നതോ സങ്കടപ്പെടുത്തുന്നതോ ആയ കാര്യമല്ല ചോദിക്കാൻ പോകുന്നത്. ആ നേരത്ത് അച്ഛന്റെ കണ്ണ് നിറഞ്ഞില്ലേ? അതെന്താ? അത് സന്തോഷം കൊണ്ടാ മോളെ. അല്ല, അച്ഛൻ എന്നോട് നുണ എന്നും പറയണ്ട. പിന്നെ ഞാൻ പറഞ്ഞ അച്ഛൻ അതാണെങ്കിൽ സമ്മതിക്കണം. സമ്മതിക്കാം. മോള് ചോദിക്ക. അച്ഛന്റെ കണ്ണു നിറഞ്ഞത് സന്തോഷം കൊണ്ടല്ല, സങ്കടം കൊണ്ടാ അല്ലേ? സങ്കടം കൊണ്ടും സന്തോഷം കൊണ്ടും കരയുന്നതും ചിരിക്കുന്നതും നമുക്ക് തിരിച്ചറിയാനാവും എന്നാ പറയുന്നത്. ഇന്ന് അച്ഛന്റെ കണ്ണു നിറഞ്ഞത് സങ്കടം കൊണ്ടാ.